تطعه واسجد واقترب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പറയുന്നത്. ഒരുപാട് അന്ധതകളും അനാചാരങ്ങളും ഇതുമായി സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് വേണ്ടി അന്ത്യമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട കർമ്മങ്ങൾ അന്ധതയിലും അനാചാരങ്ങളിലും മൂടുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ്. അന്ധതകൾ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അജ്ഞാന കാലത്തായിരുന്നു എന്നാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അജ്ഞാന കാലത്തേക്കാൾ കൂടുതൽ ഒരു നിലക്ക് ഇന്ന് അന്ധതകൾ പുതിയ കുപ്പായം അണിഞ്ഞ് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്ധതകൾ, അജ്ഞാനങ്ങൾ സത്യത്തിൽ വിജ്ഞാനികൾക്കാണ് ഉണ്ടാകുന്നത്. വിജ്ഞാനികൾക്ക് ഇന്ന് സംഭവിച്ചു പോയ ഏറ്റവും വലിയ ധാരണപ്പിശക് തന്നെ വിജ്ഞാനത്തിൻ്റെ സ്വയം ബോധ്യപ്പെടൽ. ഞങ്ങളൊക്കെ വിജ്ഞാനികളാണ് എന്ന ഒരു തരം ധാരണ ഇന്ന് ആളുകൾക്ക് വന്നുപോയി. അതുവഴിയാണ് ഇന്ന് അജ്ഞതകൾ സമൂഹത്തിൽ കയറി വന്നിട്ടുള്ളത്. വിജ്ഞാനം എന്ന് പറയുന്നത് സത്യത്തിൽ അജ്ഞാനത്തിൽ നിന്ന് അള്ളാഹു നൽകുന്നതാണ്. ഏറ്റവും വലിയ അജ്ഞാനിക്കാണല്ലോ വിജ്ഞാനം നൽകിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവില്ല എന്നത് ഒരു കണ്ടാഭരണം പോലെ അഭിമാനത്തോടെ പറഞ്ഞ ഒരു മനുഷ്യനാണ് ലോകത്തെ എല്ലാ വിജ്ഞാനങ്ങളും അള്ളാഹു നൽകിയത് എന്നത് എത്രമേൽ സ്മർത്തവ്യമായ പാഠമായി നമുക്ക് ചിന്തിക്കണം. നമുക്കിന്നില്ലാതെയായി പോയത് സത്യത്തിൽ നമുക്കില്ലാതെയായി പോയത് അജ്ഞാനം എന്നുള്ള ധാരണയാണ്. ഞങ്ങൾ അജ്ഞരാണ് എന്നൊരു ധാരണ ഇന്ന് സമൂഹത്തിന് നഷ്ടപ്പെട്ടു. എന്നാൽ എല്ലാവരും അജ്ഞരാണ് താനും, എന്നിട്ടും അവർ അജ്ഞാനത്തെ വിജ്ഞാനം എന്ന് ധരിച്ച് മൂഢത്വത്തിൽ ആശ്വസിക്കുകയാണ്. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ദിവസങ്ങളോളം പറയേണ്ട ഒരു ചർച്ചയാണ്. ഞാനതൊരു വിഷയത്തിൻ്റെ ആമുഖത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഒരു നീറൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാത്തിഹയുടെ വ്യാഖ്യാനം ആരംഭിക്കുന്നത്. ഫാത്തിഹയുടെ വ്യാഖ്യാനം 113 അധ്യായങ്ങളാണ്. ഫാത്തിഹയാണ് സത്യത്തിൽ ഖുർആൻ എന്ന് പറയുന്നത്. ഫഇന്നഹാ ഉമ്മുൽ ഖുർആൻ വ അസാസുൽ ഖുർആൻ കഅന്നഹാ കുല്ലുൽ ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്നത് ഫാത്തിഹ തന്നെയാണ് എന്നതുപോലെയാണ്. അതിനെ പിന്നെ വ്യാഖ്യാനിക്കുകയാണ് 113 അധ്യായങ്ങൾ. എന്താ ആദ്യമായി പറഞ്ഞത്? അലിഫ് ലാം മീം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണാവോ അല്ലാഹു ഇത് പറഞ്ഞത്? ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ ഇങ്ങനെ തുടക്കത്തിൽ കാണുന്നുണ്ട്. എന്തിനായി ഖുർആൻ ഇറക്കിയത്? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹി. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഈ ഗ്രന്ഥങ്ങളുടെ, ഈ അധ്യായങ്ങളുടെ തുടക്കവാചകങ്ങളിൽ പറഞ്ഞ ഒന്നും മുഹമ്മദ് നബി വിശദീകരിച്ചതും ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിഫ് ലാം മീം എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു അഅലം എന്നത് ഒരു അർത്ഥമാവുന്നത് എങ്ങനെ? അല്ലാഹു അഅലം എന്നുള്ള എന്തിനും പറഞ്ഞു, അതൊരർത്ഥം. ഇന്ന് മദ്രാസ് മെയിൽ എത്ര മണിക്കാ? ഇന്ന് ട്രെയിനിന്, ഇന്ന് മദ്രാസ് മെയിലിന് താമസം എന്താ മറുപടി? അല്ലാഹു അഅലം. എന്താ ഇന്ന് ജോർജ് ബുഷ് എന്താ ചെയ്തത്? അല്ലാഹു അഅലം. അതൊരർത്ഥമല്ലല്ലോ, അത് അജ്ഞതയല്ലേ. എല്ലാ ഗ്രന്ഥങ്ങളിലും വിശദീകരണമായി പറഞ്ഞിട്ടുള്ളത് അലിഫ് ലാം മീം എന്നതിന്റെ വ്യാഖ്യാനം അല്ലാഹു അഅലം എന്നാണ്. അത് തികഞ്ഞ അജ്ഞതയുടെ ഉദാഹരണമാണ്. അജ്ഞതയിൽ നിന്നാണ് ജ്ഞാനമുണ്ടായിട്ടുള്ളത്. അജ്ഞാനത്തിൽ നിന്നാണ് ജ്ഞാനം. എല്ലാ ജ്ഞാനത്തിൻ്റെയും ബേസ് അജ്ഞാനമാണ്. അപ്പോൾ ആദ്യമായി വിജ്ഞാനിക്ക് വേണ്ടത് അജ്ഞാനമാണ്. അജ്ഞാനമില്ലാതെ ഒരിക്കലും വിജ്ഞാനം ഉണ്ടാവുകയില്ല. ഇന്ന് നമ്മൾ നഷ്ടപ്പെടുത്തിയത്
നമ്മൾ വേദനിക്കേണ്ട രൂപത്തിൽ നഷ്ടപ്പെടുത്തിയത് സത്യത്തിൽ അജ്ഞാനമാണ്. അജ്ഞാനം നഷ്ടപ്പെടുത്തിക്കൂടായിരുന്നു എന്നാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ വേബധു എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ഒരുപാട് വാക്കുകൾ ഖുർആനിൽ പറയുന്നു. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇതാ വെളിച്ചത്തിന്റെ ഒരു ഗ്രന്ഥം തരുന്നു എന്ന് പറഞ്ഞു. അവിടെയും തുടക്കം പറഞ്ഞത് അലിഫ് ലാം റാ. എല്ലായിടത്തും കാഫ് ഹാ യാ ഐൻ സ്വാദ് നൂൻ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇത് ഗൗരവമായി ചിന്തിക്കേണ്ടത്. ഈ അജ്ഞാനത്തെ നാം നഷ്ടപ്പെട്ടപ്പോൾ, സത്യത്തിൽ സ്വയം ജ്ഞാനികളാണെന്ന് ധരിച്ചപ്പോൾ സമൂഹത്തിൽ അന്ധതകൾ കയറി വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ 25 കൊല്ലം മുമ്പ് നിലനിന്നിരുന്ന അജ്ഞതയേക്കാൾ ശക്തവും വലിയ നാശവും ഉള്ളതാണ് എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബിഫോർ 25 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഈ അജ്ഞതകൾ ഒരു നിലക്ക് പ്രശംസനീയമായി. എന്തുകൊണ്ട്? ആ അജ്ഞതകൾക്ക് ജ്ഞാനം പറഞ്ഞു കൊടുത്താൽ അത് തിരുത്തേണ്ടതാണ് എന്ന ബോധം ആളുകൾക്കുണ്ടായി. ഇന്ന് അജ്ഞതകൾ കയറി വരുമ്പോൾ അജ്ഞതകൾ കിബറിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇന്നത്തെ അജ്ഞാനത്തെ മാറ്റാൻ പുതിയ സമൂഹം തയ്യാറില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ സംഗതി. ഇത് ഗൗരവമായി നാം ആലോചിക്കേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ആദ്യമായി ഞാൻ ചൂണ്ടിക്കാട്ടുന്ന ഒരുപാട് പറയാം. ഒന്നിപ്പോൾ പുതിയതായ ഒരു അനാചാരം സമൂഹത്തിൽ കയറി വന്നത് മരിച്ച ആളുകളെ 2, 3, 4 ദിവസങ്ങളൊക്കെയായി നമ്മളെ വീട്ടിൽ ഫ്രീസറിൽ വെക്കുക എന്നുള്ള സംഗതിയാണ്. ഇത് അടുത്ത കാലഘട്ടത്തിലായി വന്നിട്ടുള്ള ഏറ്റവും ഗൗരവപ്പെട്ട ഒരു അജ്ഞതയാണ്. അജ്ഞത എന്ന് പറയേണ്ട അത് തികഞ്ഞ അനാചാരം. വളരെ ഗൗരവമായി നാം അത് ചിന്തിക്കേണ്ട ഒരു സംഗതിയും. ഇതാകട്ടെ മുസ്ലിമീങ്ങളെ ഉൽപ്പന്നവും അല്ല. ഇത് ഇത്തിബാഉൽ യഹൂദി വന്നസ്വാറ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രദേശത്തുകാരി എന്നെ ഒരു പ്രസംഗത്തിന് വിളിച്ചു. അപ്പൊ നല്ല പ്രവർത്തകന്മാർ, സാധുക്കൾ, നല്ലവർ. അവർ പറഞ്ഞു, എന്നെ എന്താ നിങ്ങളെ ഉദ്ദേശം? നിങ്ങളെ ഉദ്ദേശം പ്രബോധനം തന്നെയാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല. പിന്നെ ബാക്കി പൈസ കൊണ്ട് നമുക്കൊരു ഫ്രീസർ വാങ്ങാം എന്ന് പറഞ്ഞു. നല്ല ചെറുപ്പക്കാരാണ്, നല്ല കുട്ടികളാണ്, ഗൾഫ് ഏരിയ. അപ്പൊ മിക്കവാറും വാപ്പമാരൊക്കെ മരിക്കുമ്പോൾ മക്കളൊക്കെ റിയാൽ എണ്ണുന്ന തിരക്കിലാണ്. വാപ്പമാരെ മൂക്കിൽ പഞ്ഞി വെച്ചാലും അവര് എത്തിച്ചേരൂല, റിയാലിന്റെ തിരക്കാണ്. വളരെ ഗൗരവമായി നമുക്ക് ചിന്തിക്കും. പണം നമുക്ക് കൊണ്ടുവന്ന തിന്മയുടെ കൂമ്പാരം എത്ര വലുതാണ് നാം ചിന്തിക്കണം. ഞാൻ മിക്കവാറും ഗൾഫിന് എതിരായി ചിന്തിക്കുന്ന ഒരാളാണ്. അത് വേണ്ടിയിരുന്നില്ല എന്ന ഒരു പക്ഷക്കാരനാണ് ഞാൻ. ഒരു പക്ഷേ ആ കൂട്ടത്തിൽ എനിക്ക് വേറെ ആരെ കിട്ടിയില്ലെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, അത് വേണ്ടാത്ത ഒരു സംഗതിയായിരുന്നു. സമൂഹത്തിൽ ഒരു നന്മ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ഒരു കാര്യം ഇനി നിങ്ങൾക്ക് മാറ്റിത്തിരുത്താൻ അള്ളാഹു അനുവാദം നൽകിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയുക, ഞാൻ ഗൾഫിലെ പോക്ക് ഇല്ലാതെയാക്കും എന്നാണ്. ഗൾഫിൽ ആദ്യം പോയ ആളെ തന്നെ ഞാൻ തടയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര സമൂഹത്തിൽ നാശം കൊണ്ടുവന്ന മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ നിങ്ങൾ തൽക്കാലം എന്നോട് ക്ഷമിക്കണം. പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ടായില്ലേ എന്നാണ് ചിലർ പറയുന്നത്. ആവശ്യാനുസാരം പള്ളികളും മദ്രസകളും നേരത്തെ ഉണ്ടായിരുന്നു എന്നതാണ് അതിനുള്ള മറുപടി. പക്ഷെ ആ പള്ളികളിലൊക്കെ ഭക്തി ഉണ്ടായിരുന്നു, പടച്ചവനെ പേടിയുണ്ടായിരുന്നു. ഇന്ന് പള്ളികൾ അധികരിക്കുകയും അതിൽ കോലാഹലങ്ങൾ കൂടുകയും ഒരങ്ങാടിയിൽ ഒരു ചെറിയ പ്രദേശത്ത് തന്നെ 3-4 പള്ളികൾ ഉണ്ടാവുകയും മനുഷ്യർ പള്ളിയുടെ പേരിൽ തർക്കിക്കുകയും ചെയ്തു എന്ന് അന്ത്യനാളിനെ ക്ഷരിച്ചു വരുത്തി എന്നത് ഗൾഫിന്റെ ഏറ്റവും തിക്തമായ ഒരു ലാഭമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഗൗരവമായി ഞാൻ പറയാം, ചിന്തിക്കാൻ വേണ്ടി പറയാം, ആരും പണി നിർത്താൻ വേണ്ടി പറയല്ല. ഒരാളായി നിർത്തിയിട്ട് കാര്യവുമില്ല. രൂപ് കൻവാർ ആത്മഹത്യ ചെയ്തപ്പോൾ പ്രഗത്ഭനായ കോഴിക്കോടിന്റെ NBയോട് ചോദിച്ചു, വിദ്യാഭ്യാസം കൊണ്ട് സമൂഹം നന്നാവുമെന്ന് പറഞ്ഞിട്ട് വേൾഡ് ഹിസ്റ്ററിയിൽ MA ബിരുദധാരിണിയായ പെണ്ണ് രൂപ് കൻവാർ എങ്ങനെയാണ് സത്യം അനുഷ്ഠിച്ചത്? അപ്പോൾ അതിന് NB എന്ന് പറഞ്ഞ മറുപടി വളരെ ഉജ്ജ്വലമായ മറുപടിയായി പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് ഒരിക്കലും ഒരു സമൂഹത്തെ മാറ്റാൻ കഴിയണമെങ്കിൽ സമൂഹത്തിന്റെ കൂടെ ആ സമൂഹത്തിന് ഒന്നടങ്കം വിദ്യാഭ്യാസം നൽകുക എന്നതാണ്.
അല്ലെങ്കിൽ ഒരു അജ്ഞരായ സമൂഹത്തിന്റെ ഇടയിൽ ഒരു വ്യക്തി എത്ര ഉന്നതമായ വിദ്യാഭ്യാസം നേടിയാലും ആ സമൂഹത്തിന്റെ കൂടെ നിൽക്കാനല്ലാതെ ആ വ്യക്തിക്ക് കഴിയില്ല എന്നത് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഒരാൾക്ക് മാത്രം തൽക്കാലം കേൾപ്പം മുടക്കണമെന്നൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ബാപ്പയും ഉമ്മയും മരിക്കണ നേരത്തെ നാട്ടിലുണ്ടാവാൻ എല്ലാവരും ശ്രമിക്കണം എന്നതാണ്. ഇത് ഗൗരവമുള്ള വിഷയം. വാപ്പാന്റെ അവസാനത്തെ കർമ്മങ്ങളിൽ വാപ്പ ഉമ്മ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യും. വലിയ ഗൗരവമുള്ള വിഷയം. ഈ മനുഷ്യൻ അവരെ കുറിച്ച് ചിന്തിക്കണം എന്ന് ഖുർആൻ പറയുന്നു. എവിടുന്നാണ് അവനെ പടച്ചിട്ടുള്ളത് എന്ന് അവൻ ചിന്തിക്കും. എവിടുന്നാ പടച്ചത്? തെറിച്ച് പുറപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്. വാരിയലിന്റെയും മുടികല്ലിന്റെയും ഇടയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു മനുഷ്യന്റെ കറയായിരുന്നു നീ എന്ന് നീ ചിന്തിക്കണം എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ഈ പിതൃത്വത്തോടുള്ള ഏറ്റവും ഗൗരവമായ ഒരു ബാധ്യതയാണ്. മാത്രമല്ല, മാതാവിനും പിതാവിനും മരിക്കുന്ന നേരത്ത് മക്കളോട് വസിയത്ത് ചെയ്യാനുണ്ടാകും. മാതാവിനും പിതാവും മരണനേരത്ത് മക്കളോട് വസിയത്ത് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിമു ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹു അങ്ങനത്തെ വാപ്പമാരെയും ഉമ്മമാരെയും നമുക്ക് തരട്ടെ. നമ്മളെ അള്ളാഹു അങ്ങനെയുള്ള ഉമ്മയും വാപ്പയും ആക്കി മാറ്റട്ടെ. ഇബ്രാഹിമും പേരമകനായ യാക്കൂബുമെല്ലാം മരണ നേരത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എന്താ പറഞ്ഞത്? മക്കളെ വിളിച്ചു കൂട്ടി, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു തആല ഏറ്റവും സുന്ദരമായ ഒരു മതം നൽകിയിട്ടുണ്ട്. ആ മതത്തിന്റെ മേലല്ലാതെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകരുത് എന്നായിരുന്നു ലോകം കണ്ട മഹാപ്രതിഭയായ സയ്യിദ്ന ഇബ്രാഹിം. മാനവകുലത്തിന്റെ രണ്ടാമത്തെ പിതാവുമാണ് സയ്യിദ്ന ഇബ്രാഹിം. രണ്ടാമത്തെ പിതാവ്, മനുഷ്യകുലത്തിന് രണ്ട് പിതാക്കളാണുള്ളത്. ഒന്ന് സയ്യിദ്ന ആദം, ഒന്ന് സയ്യിദ്ന ഇബ്രാഹിം. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. മില്ലത ഇബ്രാഹിം എന്നല്ല, മില്ലത അബീകും ഇബ്രാഹിം എന്ന്. നിങ്ങളുടെ പിതാവിന്റെ മാർഗത്തിൽ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ത്യാഗത്തിന്റെ ഒരു സ്ട്രഗിൾ, ഒരു ത്യാഗത്തിന്റെ ജീവിതം നയിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ പിതാവിനെ ജീവിതം കൊണ്ട്, അധ്വാനം കൊണ്ട്, യത്നം കൊണ്ട് ധന്യമാക്കാൻ, ഓർമ്മിപ്പിക്കാൻ, ജീവിതത്തിൽ പിതാവിനെ സ്വാംശീകരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ചിന്തിക്കുക, മാതാവും പിതാവിന്റെ ഒക്കെ മരണ നേരത്തെ മക്കൾ ഉണ്ടാവും. ഈ ഇല്ലായ്മ സത്യത്തിൽ ഒരുപാട് നാശങ്ങൾ കൊണ്ടുവരും. എന്തു തന്നെയായാലും വാപ്പയും ഉമ്മയും മരിച്ചിട്ട്, വാപ്പയും ഉമ്മയും മരിച്ചു എന്നിട്ട് മക്കൾ ഗൾഫിൽ നിന്ന് വിളിച്ചു പറയാ, ഞങ്ങൾ അറബി എത്തിയിട്ടില്ല, അറബി സ്വിറ്റ്സർലാൻഡിൽ പോയതാണ്, നാളെ വരും, മറ്റന്നാത്തെ ഫ്ലൈറ്റിന് കയറി വരും, അതുവരെ വാപ്പാനെ ഒന്ന് സല്ലാജിലിടൂ എന്ന് പറയുന്നത്, ഫ്രീസറിൽ വെക്കൂ എന്ന് പറയുന്നത് പിതൃത്വത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവഹേളനമാണ്, അവഗണനയാണ്. ഇന്നത്തെ ആളുകൾ അതൊക്കെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ വൃദ്ധസദനം എന്ന് പറയുന്നത് എന്റെ ചെറുപ്പകാലത്തിൽ ഫ്രാങ്ക്ഫർട്ടിലോ ലക്സംബർഗിലോ ഒക്കെയായി എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിരുന്നതാണ്. ഇന്നിപ്പോൾ എത്ര വൃദ്ധസദനങ്ങളാണ് മലബാറിലുള്ളത്? ഇഷ്ടം പോലെയാ വൃദ്ധസദനങ്ങൾ. ഉമ്മാനെ ബാപ്പാനെയും കൊണ്ടേട്ടെ നഴ്സറിയിലാക്കുക എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ആണ്ടർതികളിൽ മാത്രം ഉമ്മയെയും ബാപ്പയെയും കൊണ്ടുവരുന്ന പാശ്ചാത്യ സംസ്കാരം, അല്ലെങ്കിൽ പാശ്ചാത്യർ തന്നെയാണല്ലോ ഇപ്പോൾ നമ്മളെല്ലാവരും. ഫലത്തിലും രീതിയിലും ചിന്തയിലും ഒക്കെ നമ്മൾ ഒരു നിലക്ക് ഇന്ന് പാശ്ചാത്യരായി തീർന്നു കഴിഞ്ഞു. അതാണ് ഈ പറയുന്നത്. ഹബീബായ നബി പറഞ്ഞു, സ്വന്തം മതം നശിപ്പിച്ചു കഴിഞ്ഞ ചില ആളുകളോട് നിങ്ങൾ പിൻപറ്റും. ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രവേശിക്കും.
അവര് പ്രവേശിച്ച ഒരു ഉടുമ്പിന്റെ മാളത്തിൽ നിങ്ങൾ പ്രവേശിക്കും. ഞാൻ പ്രവേശിച്ചെടുത്ത് നിങ്ങൾ അത് ഉപേക്ഷിക്കും. ഞാൻ ചെരുപ്പിടാൻ സുന്നത്ത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ മറക്കും. ഞാൻ വസ്ത്രമണിയാൻ സുന്നത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറക്കും. ഇന്ന് രാവിലെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു സ്റ്റേഷൻ കഴിഞ്ഞു, രണ്ടാം സ്റ്റേഷനിലേക്ക് വീണ്ടും കയറി. ഒരു പുതിയ പ്രഭാതമായി. അൽഹംദുലില്ലാ, സർവസ്ഥയും നിനക്ക് തന്നെ. അഹ്യാനാ അല്ലാഹുവേ, അല്ലാഹുവേ അവൻ ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു നൽകിയില്ലേ. ബഅദമാ അമാതനാ, മരിച്ചു കിടത്തിയതിനു ശേഷം. ഇതുവരെ ഞങ്ങൾ മരിച്ചു കിടക്കിയിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് വീണ്ടും ജീവൻ തിരിച്ചു നൽകിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് നീ അതൊരു തൗഫീഖ്. എത്ര ആൾ ചെയ്തു? നേരെ മറിച്ച് ഹബീബ നബി പറഞ്ഞു, ഇവിടെ സ്വയം മതം നശിപ്പിച്ചു കളഞ്ഞ ചില സമൂഹങ്ങളുണ്ട്. ആ സമൂഹങ്ങൾ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ദഖൽതും, ആ ഉടുമ്പിന്റെ മാളത്തിൽ നിങ്ങളും കയറും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? അവർ ചെയ്തതൊക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കും. അങ്ങനെയാ. അപ്പോൾ ഹബീബ നബിയോട് സ്വഹാബികൾ ചോദിച്ചു, അൽ യഹൂദ വൻ നസ്വാറാ. എന്താ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ടിട്ട് എന്താ മിണ്ടാതിരിക്കണത്? എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാര്? അൽ യഹൂദ വൻ നസ്വാറാ. ലോകത്തെ മനുഷ്യന് മുഖം വെച്ച് കണ്ണുപൂട്ടിയ രണ്ട് അധീശാധികാര ശക്തികളെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? സന്റ് സാമ്രാജ്യത്തെ സമൂഹങ്ങൾ, സ്വന്തം മതം നശിപ്പിച്ചു കളഞ്ഞവർ. അൽ യഹൂദ വൻ നസ്വാറാ, ഈ രണ്ട് വിഭാഗത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് എന്ന് പുണ്യനബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ ഗൈറു, പിന്നെ ആരെ പറ്റിയാണ് ഞാൻ പറയുന്നത് എന്ന് പുണ്യനബി മറുപടിയും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാനഡയിലുള്ള മക്കൾ വരാൻ വേണ്ടി, അമേരിക്കയിലുള്ള മക്കൾ വരാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയും 5 ദിവസവും 6 ദിവസവും ഒക്കെ കാത്തിരിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് മുസ്ലിമീങ്ങളല്ല. മുസ്ലിമീങ്ങൾ പിന്നെ അവര് കിടന്ന ഉടുമ്പിന്റെ മാളത്തിന്റെ ഉള്ളിലേക്ക് തല വെച്ച് കൊടുത്തതാണ്. നമ്മൾ ചിന്തിക്കണം. ഇതാണ് ഇത്തിബാഉൽ യഹൂദി വൻ നസ്വാറാ. ചിന്തിച്ചു. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, മകൻ, ഗൾഫിലുള്ള മകൻ കാണാൻ വേണ്ടിയിട്ട് എന്തിനാ വാപ്പാൻ ഇവിടെ താമസിപ്പിക്കണു? മയ്യത്ത് കാണല് സുന്നത്തുള്ള ഒരു കർമ്മം. ഓർക്കം കൊണ്ട് പറഞ്ഞേക്ക്, മയ്യത്ത് കാണല് സുന്നത്തുള്ള ഒരു കാര്യം അല്ലേ അല്ല. മയ്യത്തിന് ആവശ്യമില്ലാതെ കാണൽ കറാഹത്താണെന്ന് പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാണാം, അവസാനം ചുണ്ടൊന്നും ഇങ്ങനെ പൂട്ടിപ്പിടിക്കുക, അത്രയേ ഉള്ളൂ. എന്ത് കാണാം? മനസ്സിലായില്ലേ? കാണണം എന്നല്ല, എന്ത് ഒന്ന് പറയൂ. കാണാം അത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് മകന് കാണാൻ വേണ്ടി, ഇതൊക്കെ സാഹിത്യകാരന്മാർക്ക് പറയാം. അവസാനത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി തിടുക്കപ്പെട്ടു വന്നു എന്നൊക്കെ പറഞ്ഞത് അതൊരു തരം തകഴി സാഹിത്യത്തിൽപ്പെട്ടതാ. അതൊക്കെ പറഞ്ഞ് പേരിപ്പിക്കാം, സാഹിത്യകാരന് പറയാ. അള്ളാന്റെ ദീനുമായുള്ള ബന്ധം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇത്തിബാഉൽ യഹൂദി വൻ നസ്വാറാ. ഞാനും സാദിഖ് ശിഹാബുദങ്ങളും കാസർഗോഡ് യാത്ര വരിക. മരണത്തിന്റെ ചർച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, തങ്ങൾ പറഞ്ഞു, ആ ഫ്രീസർ വെക്കുന്ന ഒന്ന് പറയണേ കാസിനെ, വളരെ അത്യാവശ്യമായിട്ടുണ്ട്. നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ, മലപ്പുറത്ത് വേങ്ങര ആ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടം പോലെ തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് പറയണേന്ന് എന്നോട് ട്രെയിനിൽ വെച്ച് മരണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തങ്ങൾ പറഞ്ഞു, ആ ഫ്രീസറിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. നമ്മളെ പ്രധാനപ്പെട്ട ഒരാള് ഒരു പ്രദേശത്ത് മരിച്ചു. ആ പ്രദേശവും പറഞ്ഞു, ഞാൻ ഇപ്പൊ പറഞ്ഞാൽ മോശം വിചാരിച്ച് പറയാതിരിക്കാം. ഞാൻ ഇന്നൊരു പ്രദേശത്ത് നമ്മളൊരാൾ മരിച്ചിട്ട് 5ാമത്തെ ദിവസമാണ് മയ്യത്തെടുത്ത് അതുവരെ ഫ്രീസറിൽ വെച്ചു. നിങ്ങൾ ചിന്തിക്കണം, ഇത് ഗൗരവമുള്ള വിഷയ. എന്റെ അടിസ്ഥാനത്തിലാ ഇത് കൊണ്ടുവന്നത്? ഈ അനാചാരം കൊണ്ടുവന്നത് പണമാകുന്നു. ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, ഇന്നലി കുല്ലി ഖൗമിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശത്തിന് ഒരു കാരണമുണ്ട്. എന്റെ സമുദായത്തിന്റെ നാശത്തിന്റെ കാരണം ഫുലൂസ്. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായം നശിക്കാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ കിസ്റയുടെ കൊട്ടാരം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി എന്നറിഞ്ഞപ്പോൾ പിടിച്ചടക്കാൻ അയച്ചതാരാ? സയ്യിദ്ന ഉമർ. പിടിച്ചടക്കി എന്നറിഞ്ഞപ്പോൾ ഉമർ ഇരുന്നിട്ട് അങ്ങനെ കരഞ്ഞു. 2000 കൊല്ലമായി മനുഷ്യന്റെ പുറത്ത് മുഖം വെച്ച് കണ്ണുപൂട്ടിയ തെമ്മാടിക്കൂട്ടമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യവാദികൾ, സാമ്രാജ്യത്വം. അവരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും അവസാനിച്ചപ്പോൾ
ആ സാമ്രാജ്യത്തിന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി പട്ടാളത്തെ അയച്ചത് സയ്യിദ്ന ഉമറാണ്. ആ കൊട്ടാരം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി എന്നറിഞ്ഞപ്പോൾ അങ്ങനെ കരഞ്ഞു. ആളുകൾ ചോദിച്ചു, ഇതിനെപ്പോ കരഞ്ഞത്? ഇത് സന്തോഷത്തിന്റെ നേരമല്ലേ? ഇത് ആനന്ദത്തിന്റെ സന്ദർഭമല്ലേ? വയറ്റിൽ കല്ല് വെച്ചപ്പോൾ കിട്ടിയപ്പോൾ പക്ഷിയടക്കാനില്ലാതെ കന്തക്കന്റെ കിടങ്ങ് കയറിയപ്പോൾ ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾക്കൊരു കാലം വരും, അന്ന് കിസ്റയുടെ സാമ്രാജ്യം, അന്ന് ഞാൻ ബാക്കിയുണ്ടാവില്ല, പക്ഷേ കിസ്റയുടെ സാമ്രാജ്യം പോലും നിങ്ങൾ കൊടികുത്തി പിടിച്ചടക്കുമെന്ന് മുഹമ്മദ് നബി. ആ ദിവസമല്ലേ? ഇന്ന് നമ്മൾ ചിരിക്കല്ലേ വേണ്ടത്. അപ്പോൾ പറഞ്ഞു, ഞാൻ കിസ്റയെ നമ്മൾ പിടിച്ചടക്കി എന്നറിഞ്ഞപ്പോൾ കിസ്റക്കുണ്ടായ നട്ടമാലോചിച്ച് കരഞ്ഞതല്ല, നമുക്കുണ്ടായ ലാഭാലോചിച്ച് കരഞ്ഞതാണ് എന്ന് പറഞ്ഞു. നമ്മളെ ലാഭം ആലോചിച്ച് കരഞ്ഞതാണ്. തദക്കറതു ഹദീഥ റസൂലില്ലാഹി മാ കഥറ മാലുൻ ഇൻദ ഖൗമിൻ ഇല്ലാ തഖാലു വതഖാതഉ. പുണ്യനബി പറഞ്ഞ ഒരു ഹദീസ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പുണ്യനബി പറഞ്ഞത്? ഞാൻ ഇവിടെ ഇരിക്കുമ്പോ പുണ്യനബിയുടെ ഒരു വാക്കിന്റെ ചെവിടിയിൽ നിന്ന് വന്നിട്ട് അലച്ചുപോയി. അതാണ് ഞാൻ കരഞ്ഞത്. ഹബീബായ നബി മുമ്പ് എന്നോട് പറഞ്ഞൊരു വാക്കിന്റെ മനസ്സിലേക്ക് തിരിച്ചു വന്നു. എന്താ പറഞ്ഞത്? മാ കഥറ മാലുൻ ഇൻദ ഖൗമിൻ ഇല്ലാ തഖാലു വതഖാതഉ. ഏത് ജനതയും ധനം അധികരിച്ചാൽ അവർ സ്വയം അധപ്പതിക്കുകയും ചിഹ്ന ഭിന്നമാവുകയും മാത്രമേ ചെയ്യുകയുള്ളൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ വരെ അധപ്പതിച്ചവൻ കിസ്റയായിരുന്നു. നാളെ മുതൽ അധപ്പതിക്കേണ്ടവർ നമ്മളാണല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞതാണ്. ഉടനെ അംറു ബിൻ ആസ് എഴുത്തയച്ചു. അതിലെ ഒരു ഫിൽസ് പോലും മദീനയിലെ ഖജനാവിലേക്ക് അയക്കരുത്. തസദ്ദഖൂ, അത് പേർഷ്യയിൽ തന്നെ പാവങ്ങൾക്ക് സദഖ കൊടുത്തേക്കൂ. അത് 2000 കൊല്ലമായി അവരെ വിയർപ്പ് ഒരുമിച്ച് കൂട്ടി അവരെ ചൂഷണം ചെയ്ത പണമാണ്. അത് മദീനയിലെ ഖജനാവിലേക്ക് വേണ്ടാണ്ട് ഇത് പറഞ്ഞ ലോകത്തെ ഒരേ ഒരു ഭരണാധികാരി സയ്യിദ്ന ഉമർ. ഇനി നിങ്ങൾ ഒരാളെ പേര് വേറെ പറയൂ. ഇനി ഒരു ജോർജ് ബുഷിനെയാണ്, ആളെ അച്ഛനെയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ചരിത്രത്തിൽ എന്തെങ്കിലുമുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റിനെയോ, അല്ലെങ്കിൽ സാർ ചക്രവർത്തിമാരുടെ ഏതെങ്കിലും ധനം നിഷേധിച്ച ഒരു ചരിത്രം കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ടോ? ഒരാളെ പറയും. അതിന്റെ ഒരു ഫിൽസേ ഞങ്ങൾക്ക് വേണ്ട. തസദ്ദഖൂ, സദഖ കൊടുത്തേക്കൂ. അത് പേർഷ്യയിൽ തന്നെ സദഖ കൊടുക്കണം. അത് പേർഷ്യക്കാരെ മുതലാണെന്ന് പറഞ്ഞു സയ്യിദ്ന ഉമർ. ചിന്തിക്കണം. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ധനം നമുക്ക് കൊണ്ടുവന്ന നാശമാണ്. അതുകൊണ്ട് പറയാണ്, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറയല്ല, ചിന്തിക്കണം. ഈ ഫ്രീസർ സംസ്കാരം നമ്മൾ ഉപേക്ഷിച്ച് പുണ്യനബി പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരാൾ ഒരു ജനതയോട് സദൃശ്യനായാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല, അവരിൽപ്പെട്ടവനാണ്. പുണ്യനബി പറഞ്ഞു അങ്ങനത്തെ ഒരാളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാ പുണ്യനബി പറഞ്ഞത്. ലാ തഖൂലു ലി ഖാദിമികും അബ്ദി. നിങ്ങളെ വീട്ടിലുള്ള അടിമയായ വേലക്കാരനെ നിങ്ങൾ അടിമേ എന്ന് വിളിക്കരുത് എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് മുഹാവറത്തുൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾ അവരെ വീട്ടിലുള്ള ജോലിക്കാരെ മുഴുവനും അടിമ എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായം. നിങ്ങൾ അങ്ങനെ വിളിക്കരുത്. വലാകിൻ ഖൂലൂ ഫതായ, എന്റെ വലിയക്കാര ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞേക്കും. മനസ്സിലായി നിങ്ങൾക്ക് എന്താണ് സംസ്കാരം? ബാല്യക്കാരാന്ന് പറഞ്ഞ ഒരു പക്ഷെ സ്വന്തം മകനും പറയും. അവരുടെ രീതി നമ്മുടെ രീതിയല്ല. ഖാലിഫുൽ യഹൂദ വന്നസ്വാറ. സ്വന്തം പദം നശിപ്പിച്ചു കളഞ്ഞ ആ സംസ്കാരത്തിൽ നിന്ന് നമുക്കൊന്നും നേടാനില്ലെന്ന് പുണ്യനബി. കേട്ടോളൂ, ഞാൻ ഇത് സംബന്ധമായ കുറച്ച് ഹദീസുകൾ കൊണ്ട് വായിക്കാം, ഗൗരവത്തിന് ചിന്തിക്കാൻ. അൻ ഹുസൈനിൻ ഖാല ഇന്ന ത്വൽഹത ബിനുൽ ബറാ മരിള ഫഅതാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു. ഹബീബായ റസൂലുള്ളാഹി ത്വൽഹത ബിനുൽ ബറാ മരണപ്പെടാൻ രോഗിയായി കിടന്നപ്പോൾ പുണ്യനബി വന്നു. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കയറിയപ്പോൾ ഇല്ലാ ഖദ ഹദ്ദറ ഫീഹിൽ മൗതു, പെട്ടെന്ന് അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു. ഫഖാല, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അജ്ജിലു, ഇനി പെട്ടെന്ന് മറവ് ചെയ്യാൻ നോക്കിക്കോളൂ. എന്തുകൊണ്ട്? ശ്രദ്ധിക്കണം. അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയത്. ആ ഹദീസിന്റെ അധ്യായത്തിന്റെ പേര് തന്നെ ബാബു തഅജീലി ബിൽ ജനാസ. ജനാസയെ എത്രയും പെട്ടെന്ന് എടുക്കണം എന്നാണ് അധ്യായത്തിന്റെ പേര് തന്നെ. തഅജീലു ബിൽ ജനാസ. അതായത് ഒരാൾ മരിച്ചുപോയ പെട്ടെന്ന് അയാളെ സംസ്കരിക്കണം, പെട്ടെന്ന് എല്ലാം കഴിയണം, വേഗം.
രാത്രി മരിച്ചുപോയ ആളുകൾ ശ്രദ്ധിക്കണം കേട്ടോ, രാത്രി മരിച്ചുപോയ ആളുകളെ പകലിലേക്ക് വെച്ചാൽ ആളുകൾ കൂടും എന്ന താല്പര്യത്തിന് വേണ്ടി പിന്തിപ്പിക്കാം. സ്വാലിഹായ ആളുകൾ, സ്വാലിഹ്യങ്ങളായ ആളുകൾ ഹാജരാകാൻ വേണ്ടി പിന്തിപ്പിക്കാം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? വലിയ സ്ഥലത്തില്ല, വലിയതിൽ എത്തേണ്ട ആളുമാണ്. മയ്യത്തിന് മയ്യത്തിലേക്ക് പുതിയ സംഗതികളൊന്നും കാര്യങ്ങളോ രീതികളോ ഒന്നും കൂട്ടാതെ ഈ ഇരിക്കുന്ന കിടപ്പുന്ന കിടത്തിൽ മയ്യത്തിന് കുഴപ്പം വരാതെ വലിയ എത്താൻ സാധ്യതയുമുണ്ട്. ഈ വലിയ നമസ്കാരത്തിന് ഇമാമു നിൽക്കാൻ അർഹനുമാണ്. നമസ്കാരത്തിന് അർഹനാവാന്ന് പറഞ്ഞാൽ ആ നമസ്കരിക്കാൻ അർഹനാവാന്ന് പറഞ്ഞാൽ മകനായതുകൊണ്ട് മാത്രം നമസ്കരിക്കാൻ അർഹനാവൊന്നുമില്ല. അത് ഞാൻ വിശദീകരിക്കുന്നിടത്ത് പറയും. എല്ലാം തികഞ്ഞ ഒരാൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. ആ രൂപത്തിലാണ് വലിയ എങ്കിൽ പിന്തിപ്പിക്കാവുന്നതാണ്. സാലിഹ്യങ്ങൾ നേരം വെളുത്താൽ പങ്കെടുക്കും. ഇനി ധാരാളം ആളുകൾ നേരം വെളുത്താൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും രാത്രി തന്നെ മറവ് ചെയ്ത എത്ര സംഭവങ്ങളാണുള്ളത്. ഇശ നിസ്കാരം കഴിഞ്ഞു, ആയിഷ ബീവി മറവി എന്ന് മറവ് ചെയ്തു. റമളാനിൽ 17 അന്ന് ആയിഷ ബീവി മരിച്ചിട്ടുള്ളത് റളിയല്ലാഹു അൻഹ. ഇന്നലത്തെ ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മരിച്ച ദിവസം ഇന്നലെയാണ്. ഇശ നമസ്കാരം കഴിഞ്ഞ ആളുകൾ മറവ് ചെയ്തു ആയിഷ റളിയല്ലാഹു അൻഹയെ ശ്രദ്ധിക്കണം. അപ്പൊ വളരെ ചിന്തിക്ക് താമസിപ്പിക്കാന്നുള്ളത്. എന്നിട്ട് ഹബീബായ നബി പറഞ്ഞു, ഫഇന്നഹു ലാ യംബഗി ലിജീഫത്തി മുസ്ലിമിൻ അൻ തുഹബ്ബസ ബൈന ലഹ്റൈ അഹ്ലിഹി. ഒരാളെ അയാളുടെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ഇടയിൽ അയാളുടെ മൃതശരീരം അങ്ങനെ ഇടുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല. ഈ ഹദീസ് അബൂ ദാവൂദിലുണ്ട്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ലാ യംബഗി ലിജീഫത്തി മുസ്ലിമിൻ അൻ തുഹബ്ബസ. ഹബ്സിലിടാണ് ഹബീബായ നബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. അൽ മുബാദറത്തു ബിതജ്ഹീസിൽ മയ്യിത്ത് മിൻ തഹഖഖുഖി മൗതിഹി. ഫുഖഹാ രേഖപ്പെടുത്തുക, ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ ഉടനെ സംസ്കരിക്കണം. ഫയസ്റഉ വലിയുഹു ബിഗസ്ലി. വേഗം കുളിപ്പിക്കാനുള്ള കാര്യം വലിയ ഏറ്റെടുക്കണം, വേഗം അത് ചെയ്യണം. വദഫനിഹി വസ്സലാത്തി അലൈഹി വയുബാദിറു ബിഗസ്ലിഹി ഇദാ തയഖന തുഹഫ പറയാ. ഇദാ തയഖന മൗതുഹു, മരണം ഉറപ്പായി കഴിഞ്ഞാൽ ഉടനെ എത്രയും പെട്ടെന്ന് സുന്നത്താകുന്നു. ഇല്ലം യുഖ്ശ മിന തഖീരി വഇല്ലാ ഫൗജൂബൻ. കൂടുതൽ നേരം വെച്ചാൽ വല്ല ബുദ്ധിമുട്ടും വരുമെങ്കിൽ ഉടനെ മറവ് ചെയ്യൽ നിർബന്ധമാണ്, വാജിബാണ്. അല്ലെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യൽ സുന്നത്താണ്. ശ്രദ്ധിക്കണം. ഹബീബായ നബി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു ന്യായം പറയുന്നുണ്ട് ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടന് ഇത് വേഗം ഒഴിവാക്കണം, രണ്ടാണെങ്കിലും ഒഴിവാക്കണം. മയ്യത്ത് നല്ലവനാണെങ്കിലും മയ്യത്ത് മോശക്കാരനാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് അത് ഒഴിവാക്കണം. എന്തുകൊണ്ട്? ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് ശ്രദ്ധിച്ചോളൂ. നല്ല ന്യായ, ചടുലമായ ന്യായം പറയാ റസൂലുള്ളാഹി. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ഹബീബായ നബി പറഞ്ഞു, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ബുഖാരി സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ്. അസ്രിഉ ബിൽ ജനാസ, പെട്ടെന്ന് കാര്യം നിങ്ങൾ നിർവഹിക്കണം. മയ്യത്ത് ഒരാൾ മരിച്ചാൽ വേഗം നിർവഹിക്കണം. ഫഇൻ തകു സാലിഹതൻ, അയാൾ നല്ല മനുഷ്യനാണ് എങ്കിൽ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ, എത്രയും പെട്ടെന്ന് അയാൾക്ക് അവിടെ എത്തുകയാണല്ലോ നല്ലത്. മനസ്സിലായി? ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം. മരിച്ചിട്ട് അയാൾ ഖബറിലെത്തുന്നതോടുകൂടെ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം. മറവ് ചെയ്യാൻ വേണ്ടി കൂടിയ പുണ്യനബി ഖബറിന്റെ അരികിൽ തിരക്കിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കവേ പിന്നിലേക്ക് മാറിയ സംഭവം ഇമാം മുസ്ലിം ഒരുപാട് സ്ഥലത്ത് ബുഖാരി മുസ്ലിം ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിക്കുന്ന മയ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നബി പിന്നിലേക്ക് ഒന്നാണ് മാറിപ്പോകും ചില സമയങ്ങളിലൊക്കെ. എല്ലാം കഴിഞ്ഞ ആളുകൾ നബിയുടെ അരികിൽ കൂടും. എന്റെ നബി, ഒരിക്കൽ നബിയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ വലിയ തിരക്കിൽ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. പക്ഷേ ഞാൻ നോക്കുമ്പോണ്ട് രണ്ട് സ്വർഗീയ അപ്സരസുകൾ, സുന്ദരികൾ ഈ ഖബറിലേക്ക് പാഞ്ഞു വരും. ഖബറിലേക്ക് പാഞ്ഞു വരികയും ഇയാളുടെ കഫൻ മാന്തി പൊളിക്കുന്നുണ്ട് ഈ പെണ്ണുങ്ങൾ. അയാളെ ഒന്ന് ചുംബിക്കാൻ ആ പെണ്ണുങ്ങളെ സൗന്ദര്യം കണ്ടപ്പോ ഞാൻ അവിടുന്ന് മാറിയതാണെന്ന് പുണ്യനബി. അതാണ് ഫഖൈറുൻ തുഖദ്ദിമൂന. ഇയാൾ നല്ലവനാണെങ്കിൽ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യലാണ്. എന്തുകൊണ്ട്? ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ
എന്തിനാ ഇവിടെ ഈ കഷ്ടപ്പെടുത്തി ഈച്ചയും പിടിച്ച് ഇങ്ങനെ കിടത്തേണ്ട ആവശ്യം എന്താണ്? ഇനി അയാൾ മോശപ്പെട്ട ആളാണെങ്കിലോ എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ നിങ്ങളൊരു നാശപ്പെട്ട സാധനം നിങ്ങളെ തോളിൽ വെച്ചിരിക്കണേ? പെട്ടെന്ന് ഒഴിവാക്കിയേക്കൂ. മനസ്സിലായില്ല? രണ്ടാണെങ്കിലും എത്ര പെട്ടെന്ന് മറുപടി നല്ലതാ. നല്ല ന്യായ. എന്താ ന്യായം? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ല ന്യായ. ഹബീബായ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാൾ നല്ലതാണെങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾ അവിടെ കൊണ്ടുപോയാൽ. അതല്ല, അയാൾ മോശപ്പെട്ട ആളാണെങ്കിൽ പിന്നെ അയാൾ ഒരു മോശപ്പെട്ട സാധനം കൈവശം വെക്കുന്ന നിങ്ങൾക്കും അതനുസരിച്ചുള്ള മോശം വരുമല്ലോ. ഒരാൾ ആരോട് സഹവസിച്ചോ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അയാൾക്കുണ്ടാവും. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറാനി യഖ്തദി. ഒരാൾ അയാൾ സഹവസിക്കുന്ന ആളെ പോലെ ഇരിക്കും. നിങ്ങൾ എന്തിനാ ഒരു മോശപ്പെട്ട സാധനം വെറുതെ കൊണ്ടുവച്ച് ഇരിക്കേണ്ട ആവശ്യം? ഇയാൾ മോശപ്പെട്ടാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ ചുമൽ ഒഴിവാക്കിയേക്കൂ എന്ന് പുണ്യനബി. എന്താണെങ്കിലും അയാളെ താമസിപ്പിച്ചു വെക്കുന്നതിൽ ഒരു നേട്ടവുമില്ല. ഇത് ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ കടന്നു വരുന്ന ഈ ഈ അനാചാരത്തെ വിപാടനം ചെയ്യാൻ വളരെ അധ്വാനിക്കണം. പണമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഈ വിഷയത്തിൽ മുൻകൈ എടുക്കേണ്ടത് പള്ളി കമ്മിറ്റിയും ഉമ്മറാക്കളുമാണ്. ഗൗരവപൂർവ്വം അതിന്റെ കാര്യം സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കണം. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ആ സംസ്കാരം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യരുത്. കാരണം ഇത്തിബാഉൽ യഹൂദി വന്നസ്വാറ അത് നമ്മുടെ രീതിയല്ല, നമുക്ക് അങ്ങനത്തെ ഒരു പതിവും ഇല്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നീക്കി വെക്കാൻ പാടുള്ളൂ. അതും ഇന്നത്തെ രീതിയിലൊന്നും നീക്കി വെക്കാൻ പാടില്ല. ഇന്നത്തെ രീതിയിലാകരുത്. ഇന്നത്തെ രീതി എന്നാൽ പുതിയ ചില സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് കാത്തുവെക്കുക ഇന്നത്തെ രീതി. വളരെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ സമ്പ്രദായം കുളിപ്പിച്ചിട്ട് പിന്നെ അങ്ങനെ കാത്തുവെക്കും. അതൊക്കെ വളരെ മോശം. കാരണം കുളിപ്പിച്ചാൽ ഉടനെ കഫൻ ചെയ്യണം, കഫൻ ചെയ്താൽ ഉടനെ ദഫൻ ചെയ്യണം. നമസ്കാരത്തിൽ ഹാളിറിന്റെ മയ്യത്തിൽ സുന്നത്തില്ല, ഗായിബിന്റെ മയ്യത്തിൽ സുന്നത്തുണ്ട്. ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചോ. തിരിഞ്ഞില്ല നിങ്ങൾക്ക്. എന്നുള്ള ആ ദിക്റുണ്ടല്ലോ, എന്ന് തുടങ്ങുന്ന ആ ദിക്റുണ്ടല്ലോ, ദുആഉൽ ഇഫ്തിതാഹ്. മയ്യത്ത് മുന്നിലുള്ള സാഹചര്യമാണെങ്കിൽ ആ വജ്ഹത്ത് അവിടെ സുന്നത്തില്ല. നേരെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയാൽ ഫാത്തിഹയിൽ പ്രവേശിക്കണം. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നേരെ മറിച്ച് ഗായിബായ മയ്യത്തിൽ നമസ്കരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഖബറിന്റെ അടുത്ത് പോയി നമസ്കരിക്കുകയാണെങ്കിലോ ഈ സുന്നത്ത് മടങ്ങി വരും. തിരിഞ്ഞില്ല നിങ്ങൾക്ക്. അതായത് എവിടെയോ മരിച്ച മയ്യത്തിന്റെ ഒരു എഴുത്ത് പള്ളിയിൽ ലഭിച്ചു. അപ്പൊ നമ്മൾ ആ മയ്യത്തിന് വേണ്ടി വെള്ളിയാഴ്ച ജുമാന്റെ മനസ്സിലാവണില്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ പിന്നെ നേരത്തെ മരിച്ചു പോയ ഒരാൾ, അയാൾ മരിച്ചുപോയി, അപ്പൊ നമ്മൾ നാട്ടിലില്ല, പിന്നെ നമ്മളെ അയാളെ ഖബറിന്റെ അടുത്ത് പോയി നമസ്കരിക്കുക. ആ നേരത്തെ എന്ത് സുന്നത്തുണ്ട്? എന്തുകൊണ്ട് ഒരു വജ്ഹത്തിന് വരെ നേരം എടുക്കണ്ടെന്ന് പറഞ്ഞ ദീനുണ്ടോ ഈ ഫ്രീസറിന് വേണ്ടി സൗകര്യപ്പെടുത്തുന്നു? ഒന്ന് ചിന്തിക്കും. നിങ്ങളാ തല എന്തെങ്കിലും ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി. എന്റെ ഈ ഒരു വജ്ഹത്ത് ഇത്രമേൽ പ്രധാനം? ദീനിന്റെ ഒന്നാം പ്രതിജ്ഞ വജ്ഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വളരെ നമ്മൾ ചിന്തിക്കണം. അതിപ്രധാനപ്പെട്ട ദീന്റെ ഒരു പ്രതിജ്ഞയാണിത്. ആ പ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ ചിന്തിക്കണം. അത്ര പ്രധാനപ്പെട്ടതാ. എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളിൽ വരെ അത് മശ്റൂആണ്. അത്രയും പ്രധാനപ്പെട്ടതാ. പക്ഷേ എവിടെ ഇല്ല?
എവിടെല്ല ഹാലറായ മയ്യത്തിന് നമസ്കരിക്കുമ്പോഴില്ല. എന്തുകൊണ്ട്? ആ വജ്ജത്തിന്റെ നേരം വരെ വേണ്ട. അത്രയും പെട്ടെന്ന് അതിനെ ബോഡിയെ കുളിപ്പിച്ചാൽ ഉടനെ കഫൻ ചെയ്യണം, കഫൻ ചെയ്താൽ ഉടനെ ദഫൻ ചെയ്യണം. പെട്ടെന്ന് പറയണം. നിങ്ങളത് ചിന്തിക്കുക. പിന്നെ കുളിപ്പിച്ചിട്ട് അയാൾ അങ്ങനെ സുഗന്ധം പൂശി അങ്ങനെ ഇടുക, പൊതുദർശനത്തിന് വെക്കുക ഇല്ലേ? അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മുഖമൊക്കെ തുറന്നു വെച്ച് പൊതുദർശനത്തിന് വെക്കുന്ന ഇന്നത്തെ മുഖം തുറന്നു വെക്കുന്ന രീതികൾ ദീനിൽ ഒരു അടിസ്ഥാനവുമില്ല. എന്നാൽ പൊതുദർശനത്തിന് വെക്കാം. എത്ര ആളുണ്ടെങ്കിലും ഓരോരുത്തർക്കും വേറെ വേറെ മൂടി അത് തുറന്ന് കാണിച്ചു കൊടുക്കണം. ഒരു മുഖമോ ഒരു അവയവമോ മയ്യത്തിനെ മൂടാതെ ഇടുന്ന പ്രവർത്തനം ദീനിൽപ്പെട്ടതേ അല്ല. അത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇന്നലത്തെ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? പൊതുദർശനം നടത്താവുന്നതാണ്. വലിയ പൊതുവാര്യ പ്രസക്തന്മാരൊക്കെ മരിക്കും, അത് ചെയ്യാം. പക്ഷെ ഓരോരുത്തർക്ക് വേണ്ടിയും എന്ത് ചെയ്യണം? മനസ്സിലാവണില്ലേ? തുറന്നിങ്ങനെ കാണിച്ചു കൊടുക്കണം. അല്ലാതെ മുഖം മാത്രം ഇങ്ങനെ അവിടെ മാത്രം പഞ്ഞിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിയൊക്കെ മൂടുന്നിടുന്നൊരു സമ്പ്രദായം ഒരിക്കലും ദീനിയായ ഒരു സമ്പ്രദായമോ രീതിയോ അല്ല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കടന്നു വന്നത് പണം എന്ന കോണിയിൽ കയറിയാണ്. അത് നമ്മൾ ചിന്തിക്കണം. പണം വഴിയാണ് ഇതൊക്കെ കയറി വന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ വിശദീകരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, മയ്യത്തിന്റെ അയൽവാസികൾ മയ്യത്തിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഒരു യോമും വലയിലെത്തും, അത് സുന്നത്താണ്. എല്ലാവർക്കും സുന്നത്താ. മയ്യത്തിന്റെ അയൽവാസികൾ മയ്യത്തിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ സുന്നത്താകുന്നു. യോമും വലയില 24 മണിക്കൂർ ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ തെറ്റുണ്ടായിട്ടല്ല. പക്ഷേ അത് അവരുടെ നേരമല്ല, ഭക്ഷണത്തിന്റെ നേരമല്ല. മാത്രമല്ല, ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ ചില പണ്ഡിതന്മാർ എതിർത്തിട്ടുമുണ്ട്. അന്നത്തെ ദിവസം ഭക്ഷണം ഉണ്ടാക്കി ഒരു ആഘോഷം പോലെയാക്കുക, മരിച്ചാൽ ആഘോഷം പോലെയാക്കുന്ന രീതിയും ചില മതങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നതാകാം, അല്ലെങ്കിൽ കയറി വരുന്നതുണ്ടാവാം. അന്നത്തെ ദിവസം പറഞ്ഞ കേട്ടോ, യോമും വലയില. ഇതെത്രയുള്ളൂ ഒരു ദിവസം 24 മണിക്കൂർ. ശ്രദ്ധിക്കണം. അയൽവാസികൾ ഹബീബ റസൂൽ പറഞ്ഞു, ഇസ്നഉലി ആലി ജഅഫരിൻ തആമൻ ഫഇന്നഹും ഖദ് അതാഹും അംറുൻ യുശ്ഗിലുഹും. പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മയ്യത്തിന്റെ പരിസരവാസികൾ അയാൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം, പ്രേരിപ്പിക്കണം. 2 കാരണം കൊണ്ട് അവർ ഭക്ഷണം കഴിക്കില്ല. ഒന്ന്, അവരുടെ മനസ്സിന്റെ ഖേദം, ചിലപ്പോൾ ഹയാ. 2 കാര്യം കൊണ്ട് അവർ ഭക്ഷണം കഴിക്കില്ല എന്ന് ഷെർവാനി പറയുന്നുണ്ട്. 2 കാര്യം കൊണ്ട് അവർ ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും വേണ്ട, അവരെ പ്രേരിപ്പിക്കും വേണം. കഴിക്കുന്ന ഇങ്ങനെ പ്രേരിപ്പിക്കണം. എന്തുകൊണ്ട്? 2 കാര്യം കൊണ്ട് കഴിക്കാതിരിക്കാൻ. ഒന്ന്, അവർക്ക് മനസ്സിന്റെ വേദന കൊണ്ട് ഭക്ഷണത്തിലേക്കുള്ള താല്പര്യം ഇല്ല. 2, ഭക്ഷണത്തിലേക്ക് താല്പര്യം ഉണ്ടാവും. മനസ്സിന്റെ വേദന ഉണ്ടെങ്കിലും അതിന് മാത്രം വലിയ ചാപ്പാട് വീരന്മാരൊക്കെ ഉണ്ടാവും. അവർക്ക് വേദനയേക്കാൾ കവിഞ്ഞ ഭക്ഷണ താല്പര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ കഴിക്കൂല. ഹയാ. അവർക്ക് ഈ ഭക്ഷണം കഴിക്കുന്നതിൽ ലജ്ജ ഉണ്ടാവും. എന്നാൽ നമ്മൾ ആ നിർബന്ധത്തിന്റെ പുറത്തേറിയിട്ടെങ്കിലും അയാളൊന്ന് കഴിച്ചോട്ടെ എന്നുള്ളത് എന്ന് പരിസരവാസികൾക്ക് സുന്നത്ത. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അതെല്ലാവരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പരിസരത്തെ ആളുകൾക്ക് അത് വളരെ അത്യാവശ്യമായ സംഗതിയാണ്. ചിന്തിക്കണം. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മയ്യത്തിനെ കുളിപ്പിക്കലാണ്. ശരീരം മുഴുവനും ഒരു തവണ വെള്ളമാക്കിയാലും മതിയാകും. ആരെപ്പോലെ? ജനാബത്ത് അയൽ കുളിക്കാരെ പോലെ ഒരു തവണ വെള്ളമാക്കിയാലും മതിയാവുന്നതാണ്. വെള്ളം കമ്മിയായ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ വരൂ, അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്ത പ്രദേശങ്ങളിൽ അങ്ങനെ വരൂ, അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇനി അങ്ങനെയൊക്കെ വരാം. 21-ാം നൂറ്റാണ്ടിന്റെ യുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ അവസാനത്തെ കണ്ടുപിടുത്തം. അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യം ഇനി വരാം. തീരെ വെള്ളമില്ലാതെയായാൽ തയമ്മം ചെയ്തു കൊടുക്കണം. ശ്രദ്ധിക്കണം, തയമ്മം ചെയ്തു കൊടുക്കണം. അതേപോലെ തന്നെ ചില അവയവങ്ങൾ, സുന്നത്ത് കല്യാണം കഴിക്കാത്ത ആളുകളുടെയൊക്കെ അവയവങ്ങളുടെ ഉൾഭാഗത്തേക്ക് വെള്ളം കയറ്റണം. വെള്ളം കയറ്റാൻ ഒരു നിലക്കും കഴിയില്ല എങ്കിൽ പിന്നെ ആ ഭാഗത്തിന് വേണ്ടി തയമ്മം ചെയ്തു കൊടുക്കണം. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ ഏതെങ്കിലും ഭാഗത്തേക്ക് വെള്ളം കയറാൻ പറ്റില്ലെങ്കിൽ അവിടെ തയമ്മം ചെയ്തു കൊടുക്കണം. വെള്ളം ഇല്ലെങ്കിലും അതൊക്കെ പറ്റുന്നതാണ്. ഈ കുളി സഹിഹാകാൻ, ഈ കുളിപ്പിക്കുന്ന ആൾ നീയത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നീയത്ത് ഞാൻ മയ്യത്തിനെ കുളിപ്പിക്കുന്നു എന്ന് നീയത്ത് ചെയ്യൽ സുന്നത്താണ്. ആ കുളി ശരിയാവാൻ അയാൾ നീയത്ത് ചെയ്യേണ്ട ബാധ്യതയൊന്നും ഇല്ല. ചിന്തിക്കണം. ഒരു ഖമീസിലിട്ട് കുളിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. ശ്രദ്ധിക്കുക,
കമീസിൽ കുളിപ്പിക്കുക. അതിന് കഴിയില്ലെങ്കിൽ രണ്ടാമത്തെ ഇന്നത്തെ നമ്മളെ മാർഗം എടുക്കാവും. നമ്മളെ നാട്ടിൽ കമീസ് അല്ല എങ്കിലും അഫ്ളൽ എന്തെന്നെയാണ് കമീസിൽ. കമീസാവുമ്പോൾ പിന്നെ അയാളുടെ ഔറത്ത് പ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയില്ല. മയ്യത്തിന്റെ ഔറത്തല്ലാത്തതിലേക്ക് ആവശ്യമില്ലാതെ നോക്കൽ കറാഹത്താണ്. ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹാ, അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹാ ലമ്മാ അറാദു വസ്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബിയെ കുളിപ്പിക്കാനും തീരുമാനിച്ചപ്പോൾ ഖാലു, അവര് പറഞ്ഞു, വല്ലാഹി മാ നദരി അൻ ജദിദു മിൻ സിയാബിഹി, വസ്ത്രം ഒഴിവാക്കിയിട്ട് ഒരു പുറപ്പിലാണോ കുളിപ്പിക്കേണ്ടത്, അതോ കമാ നുജരിദു മൗതാന, അങ്ങനെയാണോ കുളിപ്പിക്കേണ്ടത്, അം നഗ്സിലുഹു അലൈഹി സിയാബുഹു, അതല്ല വസ്ത്രമിട്ടാണോ, എന്താ വേണ്ടത്? ആളുകൾക്ക് ഒരു അഭിപ്രായക്കേട് വന്നു. ഫലമ്മഖ്തലഫു, അങ്ങനെ അഭിപ്രായക്കേടിലായപ്പോൾ അൽഖല്ലാഹു അലൈഹിമുൻ നൗമ, എല്ലാവർക്കും അല്ലാഹു തആല ഈ വിഷയത്തിൽ അഭിപ്രായക്കേട് വന്നു. എന്താ ചെയ്യേണ്ടത്? അല്ലാഹു തആല പള്ളിയിലിരിക്കുന്ന ആളുകൾക്ക് ഒരു ഉറക്കം നൽകി. പല ആളുകളും ഇരുന്ന ചർച്ചയുടെ ഇടയിൽ ചില ആളുകൾക്ക് ഉറക്കം വന്നു. ചിലർ ഉറങ്ങിയിട്ട് തല ഇങ്ങനെ തൂങ്ങി. മിക്കവാറും ആളുകളുടെയൊക്കെ താടി നെഞ്ചിലാണ്. ആ രൂപത്തിൽ ഉറങ്ങിപ്പോയി, ഇരുന്നുറങ്ങാം. ഒരാള് പെട്ടെന്ന് വിളിച്ചു പറയുന്നത് പോലെ തോന്നി. ആ കമീസിൽ വസ്ത്രത്തിൽ തന്നെ നബിയെ നിങ്ങൾ കുളിപ്പിച്ചോളൂ. അബൂദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഖാമു ഇലാ റസൂലില്ലാഹി, അങ്ങനെ പുണ്യ നബിയിലേക്ക് അവർ എണീക്കുകയും ഫഖസലൂഹു ഫി വഅലൈഹി ഖമീസുഹു, മുസ്തഫ നബിയെ ഖമീസിലാണ് കുളിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. യസബ്ബൂനൽ മാഅ ഫൗഖൽ ഖമീസി, ഖമീസിന്റെ മുകളിലേക്ക് വെള്ളം ഇങ്ങനെ ചൊരിക്കും. വയുദല്ലികുനഹു ബിൽ ഖമീസി ദൂനൈദിഹിം, അതിനെ പുറത്തെങ്ങനെ ഉരക്കുകയും ചെയ്യും. ഇതാണ് അതേപോലെ തന്നെ കമീസിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് സോപ്പ് തേച്ച്, ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും അഫ്ളലായ രീതി. കമീസാണ് ഏറ്റവും നല്ലത്. ഇത് കഴിയില്ലെങ്കിൽ ഫഇൻ ഫുഖിദ, കമീസ് ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ കമീസ് കൊടുത്ത് കുളിപ്പിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവുകയോ ചെയ്താൽ കമീസ് ഒഴിവാക്കാം. പക്ഷേ വജബ സിത്റു ഔറത്തിഹി, ഔറത്ത് പൂർണ്ണമായി മറക്കൽ വളരെ നിർബന്ധം. മയ്യത്തിനെ കിടത്തുമ്പോഴുള്ള വസ്ത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേർമയായ വസ്ത്രമാകണം. അതിനേക്കാൾ ഒന്നുകൊള്ളിയുള്ള കട്ടിയുള്ള വസ്ത്രത്തിലായിരിക്കണം കുളിപ്പിക്കേണ്ടത്. എന്നാലാവട്ടെ വെള്ളം പൂർണ്ണമായി ഉള്ളിലേക്ക് ചേരുകയും വേണം. ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് ചേരാവുന്ന രൂപത്തിൽ പെരുമാറണം. എന്തുകൊണ്ട്? മയ്യത്തിന്റെ ഏതെങ്കിലും ചില കോപ്യമായ അവയവങ്ങൾ ഈ വെള്ളം ശരീരത്തിലാവുന്നതോടുകൂടെ പ്രത്യക്ഷമാവുന്ന സാഹചര്യം ഉണ്ടാകരുത്. മയ്യത്തിന്റെ ഹുർമത്ത് പാലിക്കുക, അതിനോടുള്ള നീതിയും അദബും പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വല്ലക്കുമലു, ഏറ്റവും പ്രധാനപ്പെട്ട പൂർണ്ണമായ രൂപം എന്നങ്ങോട്ട് ഓടിച്ചു പറയാം. ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും അഫ്ളലായ വിധം മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് 3 ആളുണ്ടാവലാണ്. എല്ലാ ആളുകളും മുഴുവൻ അങ്ങോട്ട് തിരക്കി കയറരുത്. ശ്രദ്ധിക്കണം, അങ്ങോട്ട് കയറരുത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3 ആളാണ് കുളിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഗാസിലാണ് കുളിപ്പിക്കുന്ന ആള്. പിന്നെ സഹായി ബഹുമാനപ്പെട്ട ഫള് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകൻ ഫള് സഹായി. പിന്നെ ഉസാമത്തു, റസൂലുള്ളാഹിന്റെ വളർത്തു മകനായ ഉസാമയാകട്ടെ യസുബുൽ മാഅ, വെള്ളം ഇങ്ങനെ മറ്റേ പാത്രത്തിലേക്ക് ഇങ്ങനെ കഴിയുന്നതനുസരിച്ച് ഇങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. 3 ആള്. മനസ്സിലായില്ല? 3 ആള്. ഒന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 3 ആള് ഏറ്റവും അഫ്ളലായ. ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്നത് അങ്ങോട്ട് ഇടിച്ച് കയറരുത്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ ഒരു കണക്കുമുണ്ട്. എന്തിനുണ്ട് ഓരോ കണക്ക്? മയ്യത്ത് കുളിപ്പിക്കാൻ എത്ര ആള്, മയ്യത്തിന്റെ കട്ടിൽ പിടിക്കുന്നൊക്കെ എല്ലാരും കട്ടിൽ അങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. എന്തോ എറുമ്പും കൂട്ടം കൊണ്ടുപോകുന്ന പോലെ. അതിനൊന്നും കണക്കില്ല. എന്തോ മയ്യത്തെ കുടിക്കിന്റെ കട്ടിലിന് പിടിക്കാന്നുള്ളത് എന്തോ ഒരു കറാമത്ത് പോലെ ആളുകൾ മനസ്സിലാക്കുന്നു. അതിനൊരു കണക്കുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഓരോന്നിനും കണക്കുണ്ട്. ഇത്ര ആള് മയ്യത്തിന് കട്ടിൽ പിടിക്കുക ഒക്കെ കണക്കുണ്ട്. തോന്നിയ ആളുകൾ മുഴുവനും കൂടി കയറി പിടിക്കുകയോ അങ്ങനെ ചെയ്യരുത്. ഓരോന്നിനും അതിൻ്റെതായ ആദാബുണ്ട്. നമ്മൾ ഇത് അല്യോമാക്കുമൽ തുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, എല്ലാം പൂർത്തിയാക്കിയാണ് മുഹമ്മദ് നബി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഷയവും ഇതിൽ പറയാത്ത ഒരു സംഗതിയും ഇല്ല, ഒന്നുമില്ല. ചൊവ്വയിൽ 2037 കയറുമെന്നാണ് നാസ പറയുന്നത്. ചൊവ്വയിലെത്തിയാൽ എങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിക്കും എന്ന് റഹ്മത്തുള്ള ഇന്ന് പറയും. എന്തുകൊണ്ട്? ആദം മിൻ ഖസായിസി ഉമ്മത്തി മുഹമ്മദിൻ. അങ്ങനെയാണ്.
വീണ്ടും ഒരു ഭൂമിയെ കണ്ടുപിടിച്ചത് 3 മാസം മുമ്പാണ്. റഹ്മത്തുള്ളാഹിയുടെ ക്ലാസ്സിൽ 6 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഭൂമിയുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു ഇനിയും ഭൂമിയുണ്ട്. ഭൂമി തീർന്നിട്ടില്ല, ഇനിയും ഭൂമിയുണ്ട്. അത് ഖുർആന്റെ ഗ്രാമത്താണ്. ഖുർആനാണ് അതൊക്കെ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമിന്റെ മഹത്വമാണ്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇരുമ്പ് ഭൂമിയുടേത് അല്ല, ഇരുമ്പ് ഭൂമിയുടേതല്ല. ഈ ചെടികളൊക്കെ ഭൂമിയുടേതാ, ഇരുമ്പ് ഭൂമിയുടേതല്ല. ഇപ്പോൾ പറഞ്ഞു, നാസ പറഞ്ഞല്ലോ, ആസ്ട്രോഫിസിക്സ് ഇപ്പോൾ പറഞ്ഞു ഇരുമ്പ് ഭൂമിയുടേതല്ല. നമ്മൾ എന്നോ പറഞ്ഞു. എന്തുകൊണ്ട്? അൻസൽനൽ ഹദീദ്, എല്ലാം ഭൂമിയിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇരുമ്പ് ഭൂമിയിലേക്ക് ഇറക്കി എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇത് ഖുർആനൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. എത്രയും നല്ല ഉൽപ്പന്നത്തെ തീരെ ഒന്നിനും കഴിയാത്ത കച്ചവടക്കാരന് അള്ളാഹു ഏൽപ്പിച്ചു എന്നത് ചരിത്രത്തിന്റെ വിധി വൈപരീത്യമാവാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല സാധനം, പക്ഷെ കച്ചവടക്കാരൻ ഏറ്റവും മോശ, വളരെ മോശ. അത്ര നല്ലൊരു സാധനം വേറല്ല, പക്ഷെ കച്ചവടക്കാർക്ക് കച്ചവടത്തിന്റെ പണിയല്ല. കച്ചവടക്കാർക്ക് കച്ചവടത്തിന്റെ പണിയല്ല. കച്ചവടക്കാർക്കുള്ള പണി എന്താണെന്നറിയോ? തമ്മത്തല്ല, ഇവിടുന്ന് അങ്ങോട്ട് പറയാ, ഇവിടുന്ന് അങ്ങോട്ട് പറയാ, ഇവിടുന്ന് അങ്ങോട്ട് പറയാ. കച്ചവടക്കാർക്ക് ഇപ്പൊ ഒരു പണിയാണുള്ളത്. ദീനിന്റെ അടിസ്ഥാനം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട, ദീന് സമൂഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട മുസ്ലിമീങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി അടിസ്ഥാനമായിട്ട് സമൂഹത്തിൽ എത്തിക്കാൻ അവർക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ചിന്തിക്കണം, ഏതൊരു കാര്യത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. കുളിപ്പിക്കേണ്ട റൂമിൽ കിടക്കേണ്ടത് 3 ആളാണ് ഏറ്റവും അഫ്ളൽ. ഇനി ഒരാൾക്ക് വരാം, വന്നും പോയും നിൽക്കാം, അയാൾ മയ്യത്തിന്റെ വലിയാണ്. വലിയ കുളിപ്പിക്കുന്നിടത്ത് വന്നും പോയും നിൽക്കാം. ഏതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കാന യദ്ഖുലു മഗ്തസലൻ നബി വയഖ്റുജു മിൻഹു വയദ്ഖുലു വയഖ്റുജു. അബ്ബാസ് റളിയല്ലാഹു അൻഹു മേൽനോട്ടം വഹിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും കൊണ്ട് വരും, എന്നോട് നോക്കും, പിന്നെ ഒന്ന് പുറത്തു പോകും, പിന്നെ പോവും. അവിടെ എങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുണ്ടായിരുന്നു. ആര്? ഹബീബായ റസൂലുള്ളാഹിന്റെ എളാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണില്ലേ? അപ്പൊ 4ാമത്തെ ഒരാൾക്ക് അവിടെ പ്രവേശിക്കാം. അയാൾ ആരാണ്? മയ്യത്തിന്റെ വലിയ. ശ്രദ്ധിക്കണില്ലേ മോമിനിങ്ങളെ? വൽ അക്മലു വലഉഹു ബിമൗലിൻ ഖാലിൻ മസ്തൂരിൻ. ഒരു മറക്കപ്പെടുന്ന സ്ഥലത്താണ് കുളിപ്പിക്കേണ്ടത്. നഅം ലി വലിയഹി ദുഖൂലു അലൈഹി. വലിയന് വേണമെങ്കിൽ വന്നും പോയി നിൽക്കാം. ഇല്ലം യകുനു ആസിലൻ, അയാൾ കുളിപ്പിക്കുന്ന ആളല്ലെങ്കിൽ വലിയന് വരാം. كما فعل العباس فإن ابنه الفضل وابن أخيه عليا كانا يغسلان النبي صلى الله عليه وسلم وأسامة يناول الماء. രണ്ടാൾ കുളിപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട അലി ബിൻ അബി താലിബും ഫദ്ൽ ബിൻ അബ്ബാസും ബഹുമാനപ്പെട്ട മഹാനായ ഉസാമയാകട്ടെ വെള്ളം എടുത്തു കൊടുത്തുകൊണ്ടേയിരുന്നു. അലാ ലോഹിൻ മുർത്തഫിൻ, ഒരു ഉയർന്ന പലകയുടെ മുകളിൽ കുളിപ്പിക്കുന്നത്. മയ്യത്തെ ഒളിപ്പിക്കുമ്പോ തലഭാഗം ഒരല്പം ഉയർന്നു നിൽക്കൽ, മയ്യത്തിനെ കിടക്കുന്നിടത്ത് തല ഉയർത്തി നിൽക്കൽ അത്യാവശ്യമാകുന്നു. വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോവാൻ വേണ്ടി തലഭാഗം ഒരല്പം മുകളിലേക്ക്, കാൽഭാഗം ഉയർത്തിയാൽ പിന്നെ ഈ വെള്ളം പ്രവേശിക്കും എങ്ങോട്ട്? തലയിലേക്കോ മറ്റോ പ്രവേശിക്കും. ഒരിക്കലും ഉള്ളിലേക്ക് വെള്ളം പ്രവേശിക്കാൻ പാടില്ല. എത്രത്തോളം മയ്യത്തിന്റെ പല്ല് കഴുകി കൊടുക്കുന്ന നേരത്തെ പോലും ഈ പുറത്തുനിന്ന് വെള്ളം അകത്തേക്ക് വരരുത്. അത് മയ്യത്തിനെ പെട്ടെന്ന് നാശമാക്കാൻ കാരണമാകും എന്നതാണ് കാരണം. പല്ല് തന്നെ മനസ്സിലായി, പല്ല് തന്നെ, ആ പല്ല് മാത്രം ഇങ്ങനെ പുറത്തുനിന്ന് ആ ഉള്ളിലേക്ക് വെള്ളം പ്രവേശിപ്പിക്കരുത്. മനസ്സിലായില്ലേ മോമിനിങ്ങൾ? അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും അഫ്ളലായത് മയ്യത്തിനെ കുളിപ്പിക്കാൻ കടൽ വെള്ളമാണ്. ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ചില ആളുകൾ മനസ്സിലാക്കുന്നത് വെള്ളം കിണറിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് അതില് ഉപ്പിടുക, അങ്ങനത്തെ ഒരു സുന്നത്തില്ല. അസ്ലൻ എന്തായിരിക്കണം? അത് ഉപ്പുള്ള വെള്ളമായിരിക്കണം. ഏതുപോലെ? കടൽ വെള്ളം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അസ്ലൻ ഉപ്പ് വെള്ളമായിരിക്കണം എങ്കിൽ അതാണ് അഫ്ളല്. തണുത്ത വെള്ളമായിരിക്കണം. മയ്യത്തിനെ കുളിപ്പിക്കണമെങ്കിൽ വെള്ളം ചൂടാക്കണം എന്നൊരു സമ്പ്രദായം ഉണ്ട്. ശ്രദ്ധിക്കണം, ശരിയല്ല. മയ്യത്തിനെ കുളിപ്പിക്കാൻ അഫ്ളലായ വെള്ളം ബാരിദിൻ, തണുത്ത വെള്ളമാണ്. മയ്യത്തിനെ ചൂടുവെള്ളമാക്കണമെങ്കിൽ 2 ന്യായങ്ങൾ വേണം. ഒന്ന്, അത്രയും ശക്തമായ തണുത്ത പ്രദേശം ആയതുകൊണ്ട് കുളിപ്പിക്കുന്ന ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മയ്യത്തിന്റെ കാര്യമല്ല, ആർക്ക്? കുളിപ്പിക്കുന്ന ആൾക്ക് വെള്ളം ഉപയോഗിക്കാൻ മനസ്സിലാവണില്ല, ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, അല്ലെങ്കിൽ പിന്നെ മയ്യത്തിൽ അതിന് മാത്രം അഴുക്കുകളുണ്ട്. ഈ അഴുക്ക് ചൂടാക്കിയാലല്ലാതെ പുറത്തു വരില്ല. അത്തരം സാഹചര്യത്തിൽ മാത്രമേ ചൂടുപയോഗിക്കേണ്ടതുള്ളൂ. മയ്യത്തെ കുളിപ്പിക്കണമുണ്ട് എന്നുണ്ടാ ഉടനെ വെള്ളം ചൂടാക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലേ എന്ന് പറയില്ലേ? അതൊന്നും അസ്ലൻ പ്രവർത്തനമല്ല. ശ്രദ്ധിക്കുക, മയ്യത്തെ കുളിപ്പിക്കണം, വെള്ളം ചൂടാക്കണം, അഫ്ളലിനെതിരാ. അസ്ല് ഏറ്റവും അഫ്ളലായ തണുത്ത വെള്ളമായിരിക്കണം.
ലിഅന്നഹു യശുദ്ദുൽ ബദന, അത് ശരീരത്തിന് ഉറപ്പ് കൂട്ടും തണുത്ത വെള്ളം. നേരെ മറിച്ച് വൽ ഹാറു വസ്സഖനു, ചൂടുള്ള വെള്ളം യുറഖീഹി, ശരീരത്തിന്റെ ആ ബലമൊക്കെ ക്ഷയപ്പെടുത്തും, അതൊന്നുകൂടി ബലം കുറക്കും. നേരെ മറിച്ച് തണുത്ത വെള്ളത്തിൽ കുളിച്ചു കയറിയാൽ ഇങ്ങനെ മസിലൊക്കെ അങ്ങനെ ഒന്ന് എണീറ്റ് നിൽക്കും, ഒന്ന് റാഹത്ത് തോന്നും എന്നത് പോലെ.